പാണ്ഡവരിൽ കരുത്തനായ ഭീമൻ ജനിച്ചപ്പോൾ തന്നെ അസാമാന്യ ശക്തിയുള്ളവനായിരുന്നു. ജനിച്ചു വീണപ്പോൾ ഭീമൻ തട്ടി ഒരു വലിയ പാറ വരെ പൊടിഞ്ഞുപോയി എന്നാണ് കഥ. എന്നാൽ ഭീമന്റെ ഈ വളർച്ചയും ശക്തിയും കണ്ട് അസൂയ പൂണ്ട ഒരാളുണ്ടായിരുന്നു, കൗരവജ്യേഷ്ഠനായ ദുര്യോധനൻ. ഒരിക്കൽ ദുര്യോധനൻ പാണ്ഡവരെ ഗംഗാതീരത്തുള്ള പ്രമാണകോടി എന്ന സ്ഥലത്തേക്ക് ഒരു വിനോദയാത്രയ്ക്ക് ക്ഷണിച്ചു. അവിടെ ഭീമനായി കരുതിക്കൂട്ടി ചതിയൊരുക്കിയിരുന്നു. ഭീമന് പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ കാളകൂടം എന്ന മാരക വിഷം ദുര്യോധനൻ കലർത്തി. ഭക്ഷണം കഴിച്ച ഭീമൻ മയങ്ങി വീണതും ദുര്യോധനനും ദുശാസനും ചേർന്ന് വള്ളികൾ കൊണ്ട് ഭീമനെ കെട്ടിവരിഞ്ഞ് ഗംഗയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. മുങ്ങിത്തായിരുന്ന ഭീമൻ ചെന്നുചേർന്നത് പാതാളത്തിലെ നാഗലോകത്താണ്. അവിടെയുണ്ടായിരുന്ന വിഷപ്പാമ്പുകൾ ഭീമനെ കൂട്ടത്തോടെ കടിച്ചു. പക്ഷേ ഇവിടെയാണ് വിധി വിളയാടിയത്. പാമ്പുകളുടെ വിഷം ഭീമന്റെ ശരീരത്തിലെ ഭക്ഷണവിഷത്തെ നിർവീര്യമാക്കി. ബോധം തെളിഞ്ഞ ഭീമൻ തന്നെ വരിഞ്ഞു മുറുക്കിയ പാമ്പുകളെ തച്ചുകൊല്ലാൻ തുടങ്ങി. ഈ വാർത്ത നാഗരാജാവായ വാസുകിയുടെ അടുത്തു ചെന്നു. ഭീമൻ തൻ്റെ ബന്ധുവാണെന്ന് തിരിച്ചറിഞ്ഞ വാസുകി ഭീമനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഈ കുട്ടിക്ക് എന്ത് സമ്മാനമാണ് നൽകേണ്ടത് വാസുകി ചോദിച്ചു. അപ്പോൾ നാഗശ്രേഷ്ഠനായ ആര്യകൻ പറഞ്ഞു, ഇവന് സ്വർണമോ രത്നങ്ങളോ വേണ്ട, പകരം കരുത്ത് നൽകുന്ന ദിവ്യരസം നൽകാം. നാഗലോകത്ത് 8 വലിയ കുടങ്ങളിലായി സൂക്ഷിച്ചിരുന്ന ദിവ്യമായ രസം കുടിക്കാൻ ഭീമന് അനുവാദം കിട്ടി. ഒരു കുടം കുടിച്ചാൽ 1000 ആനകളുടെ കരുത്ത് ലഭിക്കും. സാധാരണക്കാർക്ക് ഒരു കുടം പോലും കുടിച്ചു തീർക്കാൻ കഴിയില്ല. എന്നാൽ ഭീമൻ നിമിഷ നേരം കൊണ്ട് 8 കുടങ്ങളും കുടിച്ചു തീർത്തു. അങ്ങനെ ഭീമന് 8000 ആനകളുടെ മഹാബലം ലഭിച്ചു. അടുത്ത 8 ദിവസം ഭീമൻ ആ ശക്തി ശരീരത്തിൽ ലയിച്ചു ചേരാൻ വേണ്ടി നാഗലോകത്ത് ഗാഠനിദ്രയിലാണ്ടു. 8-ാം ദിവസം ഉണർന്ന ഭീമൻ മുമ്പത്തതിനേക്കാൾ 100 മടങ്ങ് കരുത്തനായി കരയിലേക്ക് കയറി വന്നു. ഭീമൻ മരിച്ചെന്ന് കരുതി സന്തോഷിച്ചിരുന്ന ദുര്യോധനൻ മല പോലെ നടന്നു വരുന്ന ഭീമനെ കണ്ട് ഭയന്ന് വിറച്ചു. തകർക്കാൻ ശ്രമിച്ച ചതി തന്നെ ഭീമനെ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തനാക്കി മാറ്റിയ ചരിത്രമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഞെക്കി പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യും. മറ്റൊരു കുഞ്ഞു കഥയായിട്ട് കാണുന്നവർക്ക് മിസ്റ്റി സൈനിങ് ഓഫ്.